വമ്പൻ അടിയാണ് നാളെ നടക്കാൻ പോകുന്നത്. ബിഗ് ബോസിൻ്റെ പുതിയ പ്രമോ വന്നിട്ടുണ്ട്. നമ്മുടെ അനുമോളെയും അതേപോലെ തന്നെ ഷാനവാസിനെയും എയിം ചെയ്തിട്ടുള്ള പണിയാണ്. വെസൽ ടീമാണല്ലോ അവർ. അപ്പം മാക്സിമം പാത്രം കഴുകി വട്ടം ചുറ്റിക്കുകയായിരുന്നു. ഇപ്പം ആ ഒരു വലിയ പാത്രത്തിൽ എന്തോ ഒരു പൊടി ഇരിക്കുന്നു, എന്തോ ഒരു അഴുക്കിരിക്കുന്നു എന്നുള്ള രീതിക്കുള്ള അടിയാണ്. അത് അവർ തന്നെ കഴുകി കൊടുത്തേ പറ്റൂ എന്നുള്ള രീതിയിൽ ഷാനവാസിൻ്റെ അടുത്തും അനുമോളുടെ അടുത്തും പറയുന്ന രീതിയിലാണ്. അത്രയും അവർ കഴുകി വെച്ച പാത്രമാണ്. അതിനകത്ത് എന്തെങ്കിലും ഒരു ചെറിയ പൊടി ഉണ്ടെങ്കിൽ ഇവർക്കതൊന്നും എടുത്ത് കഴുകി വെക്കാവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷേ അടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടും, അവർ മറ്റുള്ളവരെ ബുള്ളി ചെയ്യുകയും ഹരാസ് ചെയ്യുകയും ചെയ്യുന്ന രീതിയിൽ ചെയ്യിപ്പിക്കാൻ നോക്കുമ്പം സൗകര്യമില്ലടാന്ന് പറഞ്ഞിട്ട് അനുമോള് പോകുന്നുണ്ട്. അനീഷും ഇടപെടുന്നുണ്ട്, ഷാനവാസ് ഇടപെടുന്നുണ്ട്, നൂറ ഇടപെടുന്നുണ്ട്. ഇതുവരെയൊക്കെ കാണിക്കുന്നുണ്ട്. അനുമോൾ എന്തായാലും അത് ചെയ്യാൻ പോകത്തില്ല. പക്ഷേ ചെയ്യിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അത് ചെയ്യേണ്ട കാര്യം ഇവർക്കില്ല. അതിനകത്ത് ഷാനവാസ് ഇടപെട്ടിട്ട് ചോദിച്ചു, മൈക്രോസ്കോപ്പ് വെച്ച് പോലും കാണാൻ പറ്റാത്ത ഈ പൊടി ഇരുന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വയ്യ, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും ചെയ്യാം, അല്ലെങ്കിൽ ഇത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ കുക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. എന്തൊരു മര്യാദക്കേടാ പറയുന്നത്. എന്നിട്ട് അത് പറയാൻ ചെല്ലുന്ന അനീഷിനെയൊക്കെ ശരിക്കും ഒരു കളിയാക്കി വിടുവാണ്. അനുമോൾ പോയി അവിടെ സെറ്റിൽ ഇരിപ്പുണ്ട്. അവർ പാത്രം കഴുകില്ലെങ്കിൽ അവർ ഫുഡ് ഉണ്ടാക്കുന്നില്ല എന്ന് തീർച്ചയായിട്ടും പറഞ്ഞിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഷാനവാസ് ഇടപെട്ടിട്ട് നിൻ്റെയൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണോ എന്ന് ചോദിച്ച് നമ്മുടെ നെവിൻ്റെ കയ്യിലിരിക്കുന്ന സാധനം തട്ടിപ്പറിക്കാൻ നോക്കുമ്പോൾ നെവിൻ അത് ഫുൾ എടുത്ത് ഷാനവാസിൻ്റെ തലയിൽ കൂടെ ഒഴിക്കുന്നുണ്ട്. നെവിൻ്റെ പോക്ക് ഇതെങ്ങോട്ടാണെന്ന് മനസ്സിലാവുന്നില്ല. ആരുടെയും കയ്യിൽ നിന്ന് നെവിൻ അടി മേടിക്കും. അതിന് പറ്റിയ ആണുങ്ങളില്ലാത്തതുകൊണ്ടാണ്. പിന്നെ അടിച്ചു കഴിഞ്ഞാൽ ബിഗ് ബോസ് അവരെയല്ലേ ഇറക്കി വിടത്തുള്ളൂ. നെവിൻ ഇവിടെ തന്നെ നിൽക്കുമല്ലോ. അപ്പോൾ അനുമോളുടെ അടുത്തും ഈ കാണിക്കുന്നതൊക്കെ അനുമോളെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും മാനസികമായി തളർത്തി പുറത്ത് ചാടിക്കാനാണോ എന്നൊക്കെ സംശയമുണ്ട്. അത് പലരും കമൻറ്റ് ബോക്സിലൊക്കെ പറയുന്നത് കേട്ടു. അപ്പോൾ എന്തായാലും ഈ ബിഗ് ബോസിൽ അല്ലെങ്കിൽ ഈ ക്യാപ്റ്റൻസിയിൽ ഇവർ നടത്തുന്ന അവരുടെ ആ ധാർഷ്ട്യ മനോഭാവവും അഹങ്കാരവും സഹിക്കാൻ പറ്റുന്നില്ല. അത് കണ്ട് നിൽക്കുന്നവർക്ക് പോലും സഹിക്കുന്നില്ല. അപ്പോൾ അവിടെ നിൽക്കുന്ന ആൾക്കാരുടെ അവസ്ഥ എന്തായിരിക്കും? ബിഗ് ബോസോ ലാലേട്ടനോ ഒരിക്കലും വന്നിട്ട് ഇപ്പം ചോദിക്കുന്നത് എന്തിനാണ് മോനെ ഷാനവാസെ നീ നെവിൻ്റെ അതിനകത്ത് കയറി പിടിച്ചതെന്നേ ലാലേട്ടൻ ചോദിക്കത്തുള്ളൂ. അല്ലാതെ ഇവർ കാണിക്കുന്ന അഹങ്കാരത്തെക്കുറിച്ച് ലാലേട്ടൻ ചോദിക്കത്തില്ല. എന്തായാലും നാളെ വലിയ അടി നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്താണ് ഇനി നടക്കാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് നാളെ ലൈവിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് അപ്ഡേറ്റ്സ് തരുന്നതായിരിക്കും. ചാനൽ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതിനോടൊപ്പം ഇവർ കാണിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് എല്ലാവരും ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക.